Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോളോ ലെവലിംഗിൻ്റെ സീസൺ 3 എപ്പിസോഡ് 8 ആണ്. അഥവാ സോളോ ലെവലിംഗ് ചാപ്റ്റേഴ്സ് എല്ലാം 130 മുതൽ 131 വരെയാണ്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ പേജ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. കാര്യം കുറേ അധികം കൂട്ടുകാർ നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. എല്ലാ ദിവസവും തന്നെ നമ്മുടെ വീഡിയോസൊക്കെ വന്ന് കാണുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ടും സബ്സ്ക്രൈബ് ചെയ്യാറില്ല. നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അത് എനിക്കൊരു മോട്ടിവേഷൻ ആയിട്ടുള്ളൂ, നമ്മുടെ ചാനലിന് ഒരു ഗ്രോത്ത് ഒക്കെ ഉണ്ടാകത്തുള്ളൂ. സോ എന്തായാലും എത്ര പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഒരു കാര്യം, നമ്മുടെ സോളോ ലെവലിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിനും നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടാറുണ്ട്. അതായത് ഒരു വീഡിയോക്ക് മിനിമം ഒരു 10K വ്യൂസ് എങ്കിലും കിട്ടാറുണ്ട്. അതുകൊണ്ട് ചെറിയൊരു ടാർജറ്റ് വെക്കാൻ പോകുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോക്ക് ഒരു 2K ലൈക്സ് ആണ് നമ്മൾ വെക്കുന്ന ടാർജറ്റ്. വളരെ സിമ്പിളായിട്ട് തന്നെ അച്ചീവ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ നിങ്ങൾ എല്ലാവരും ഇപ്പം തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്ക്. അതേപോലെ ബ്ലാക്ക് ലോൻ്റെ ആൻമി നിങ്ങൾ കോട്ടപ്പായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സീസൺ 5 അതിൻ്റെ ഫുൾ മംഗ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യണം. അതായത് ഇനി ഇറങ്ങാനിരിക്കുന്ന എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കറന്റ് കോട്ടപ്പായിട്ടിരിക്കുവാണ്. അത് മാത്രമല്ല ആനിമി എന്തായാലും അടുത്തുടനെ വരാൻ പോകുന്നില്ല. സോ ഇപ്പം തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്തേക്ക്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോളോ ലെവലിൻ്റെ ചാപ്റ്റേഴ്സ് എല്ലാം 130, 131 അഥവാ സീസൺ 3 എപ്പിസോഡ് 8 ആണ്. അങ്ങനെ ചാപ്റ്ററിന് തുടക്കത്തിൽ ആ ഒരു സിൽവർ സോൾജർ നമ്മുടെ ജിന്നുവിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ ആ ഒരു ഡേറ്റ, അതായത് ജിന്നു കണ്ടിരുന്ന ആ ഒരു ഡേറ്റ എൻഡ് ആകുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആർക്കിടെക്ചറാണ്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അമ്യൂസിങ് ആയിട്ടുണ്ട്, നീയും വളരെയധികം അമ്യൂസിങ് ആയിട്ടുണ്ട്. പക്ഷേ ഇത്രയും പോരാ, നീ കുറച്ചുകൂടെ അധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. എൻ്റെ ഒരു ഡിസൈനെ നീ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും പോരാ. പെട്ടെന്ന് തന്നെ നമ്മുടെ പുള്ളിക്കാരുടെ സോ ഡാൻസ് യൂസ് ചെയ്ത് ആ ഒരു ആർക്കിടെക്ചറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇതുപോലെ തന്നെ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അടുത്ത സെക്കൻഡിൽ തന്നെ പുള്ളിക്കാരുടെ കയ്യിൽ അവൻ്റെ വലിയൊരു അറ്റാക്ക് ചെയ്ത് പുള്ളിക്കാരി നേരെ ബാക്കിലേക്ക് ചാടുവാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, സോ നിനക്ക് ഇത്രയേ ഉള്ളൂ, ഇതൊന്നും പോരല്ലോ, ഈ ഒരു അറ്റാക്ക് കൊണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇങ്ങനെ പോയാൽ ഞാൻ ഉറപ്പായിട്ടും ഡിസപ്പോയിൻറ്റഡ് ആകും. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ കൂടുതൽ ചെയ്യാൻ സാധിക്കുമെന്ന്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു സിസ്റ്റം എല്ലാ റെസ്പോൺസിനും അനുസരിച്ച് തിരിച്ച് ഔട്ട്കം തരുന്ന രീതിയിലാണ്. അതിനർത്ഥം സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും എൻ്റെ ക്രിയേഷനെ കൊല്ലാൻ സാധിക്കത്തില്ല. പെട്ടെന്ന് നമ്മുടെ ആർക്കിടെക്ചറിൻ്റെ നേരെ ഒരു അറ്റാക്ക് വരുന്നുണ്ട്. അത് നമ്മുടെ ചോദിയായിരുന്നു. അവൻ പറയുന്നുണ്ട്, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു വഴിയുമില്ല, നമുക്ക് എന്ത് പോയാലും സഞ്ജിനുവിനെ ഉണർത്തിരിക്കണം, അത് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. പെട്ടെന്ന് തന്നെ നമ്മുടെ മിസ്സിച്ച ആ ഒരു ഗ്യാപ്പിൽ നിന്ന് സൈഡിലേക്ക് ചാടിപ്പോകുവാണ്. ജിന്നുവിൻ്റെ അടുത്തേക്കായിരുന്നു അവൾ പൊക്കൊണ്ടിരുന്നത്. പക്ഷേ അടുത്ത സെക്കൻഡിൽ തന്നെ നമ്മുടെ ആർക്കിടെക്ചർ അവളുടെ പുറകിൽ വന്നു. അവൾ ജസ്റ്റിന് അത് ഡോഡ്ജ് ചെയ്യുന്നുണ്ട്. അതൊരു ഹ്യൂജ് ആയിട്ടുള്ള അറ്റാക്കായിരുന്നു. ആ ഒരു അറ്റാക്ക് അങ്ങനെ അവളുടെ മേത്ത് കൊണ്ടിരുന്നെങ്കിൽ അത് വളരെ വലിയ അപകടം തന്നെ സൃഷ്ടിച്ചേക്കാം. സോ എന്തായാലും നീ എൻ്റെ അറ്റാക്ക് ഡോഡ്ജ് ചെയ്തല്ലേ, അത് ഞാൻ ഒരിക്കലും തന്നെ പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇമ്പ്രസീവ് ആയിട്ടുണ്ട്. പക്ഷെ പെട്ടെന്നായിരുന്നു പുള്ളിക്കാരൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. നമ്മുടെ മിസ്സസ് ചാൻ്റെ കൂടെ ചെറിയൊരു ഷാഡോ ഉണ്ട്. ഇതെങ്ങനെ സാധ്യമാകും? ഞാൻ ഒരിക്കലും അങ്ങനെയല്ലല്ലോ ഇവിടുത്തെ റൂൾസ് ക്രിയേറ്റ് ചെയ്തത്. ഇതൊരു വേറൊരു ഷാഡോ ആണ്. അതെന്താണ് സംഭവം? കിങ് ആണോ നിങ്ങളുടെ മേത്ത് ഈ ഷാഡോ ഇംപ്ലിമെൻറ്റ് ചെയ്തത്? അല്ല, നിങ്ങൾ എങ്ങനെയാണ് ആദ്യം തന്നെ ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചത്? സഞ്ജിനുവായിട്ടുള്ള റിലേഷൻഷിപ്സ് എന്തുവാണ്? നിങ്ങൾ ആരാണ് അവൻ്റെ? ഞങ്ങൾ അവൻ്റെ ഫ്രണ്ട്സാണ്. അവനെ റെസ്ക്യൂ ചെയ്യാൻ വന്നതാണ്. ഫ്രണ്ട്സോ? അപ്പം രാജാവല്ല അതൊക്കെ ചെയ്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചാൻസ് തരാം. ഇന്ന് ഈ ലോകത്തേക്ക് ഏറ്റവും മികച്ച ഒരു മൊണാർച്ച് വരാൻ പോകുവാണ്. അത് കാണാനുള്ള ഒരു ചാൻസ് തരാം. അതിനുശേഷം നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യരെ ഞാൻ തന്നെ കൊല്ലുന്നതായിരിക്കും. അത് എൻ്റെ കൺമുമ്പിൽ നടക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കും. നമ്മുടെ ആർക്കിടെക്ചർ തിരിഞ്ഞ് നോക്കാറുണ്ട്. ജിന്നു അവിടേക്ക് വന്ന് അവൻ്റെ മുഖം നോക്കി ഒരു കിടിലൻ പഞ്ച് കൊടുക്കുന്നുണ്ട്. ജിന്നുവിൻ്റെ ശരീരത്തിൽ എന്തൊന്ന് ഗ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നീ എന്തുവാടാ എൻ്റെ ശരീരത്തിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ജിന്നു അവിടേക്ക് വന്നത്. നമ്മുടെ വൂ ആട്ടെ സർപ്രൈസ് ആയിട്ടിരിക്കുവാണ്. പക്ഷെ നമ്മുടെ ചോയാട്ടെ ആകെ അവിടെ റിലാക്സ് ആയിട്ടിരിക്കുവാണ്. ജിന്നുവിനെ കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരന് പാതി ആശ്വാസമായി. ആർക്കിടെക്ചറിനെ ചവിട്ടി നിലത്തിട്ടിരിക്കുവാണ്. നീ കിങ് അല്ല, പക്ഷെ നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? നീ എങ്ങനെയാണ് ഇവിടെ വന്നത്? അല്ല, ഈ ബ്ലാക്ക് ഹെഡ് ഉണ്ടായിട്ട് നീ എങ്ങനെയാണ് ഈ കോൺഷ്യസിൽ നിൽക്കുന്നത്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സോ ഇത് ബ്ലാക്ക് ഹെഡ് ആണല്ലേ, അതുകൊണ്ടായിരിക്കണം ഇത്ര മാന എനിക്ക് കിട്ടിയത്. നേരത്തെ നമ്മുടെ ജിനുവിന് വെറും 9,000 മാത്രമേ മാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബ്ലാക്ക് ഹെഡ് ഹിറ്റ് ചെയ്തതിന് ശേഷം അത് സ്കൈ റോക്കറ്റായി ഇപ്പോൾ 1,00,000 ഉണ്ട്. ഇവൻ്റെ റിയാക്ഷൻ വെച്ച് നോക്കിയാൽ എനിക്ക് 2 കാര്യങ്ങൾ ഉറപ്പാണ്. ഒന്ന്, ഈ ബ്ലാക്ക് ഹെഡ് എന്ന് പറയുന്ന കാര്യം ഒരിക്കലും എനിക്ക് കിട്ടേണ്ട ഒരു കാര്യമല്ല. അതൊരിക്കലും ഇവൻ എനിക്ക് തരാൻ ആഗ്രഹിച്ച ഒരു കാര്യമല്ല. 2, അതൊരിക്കലും എൻ്റെ പവേഴ്സ് കൂട്ടേണ്ട ഒരു കാര്യമല്ലായിരുന്നു. പക്ഷേ എനിക്കിതിൻ്റെ ഉത്തരങ്ങൾ ഒന്നും തന്നെ കിട്ടിയില്ല. ആ കിട്ടിയ ഡേറ്റയിൽ വെച്ച് നോക്കാൻ നേരത്ത് എനിക്ക് പകുതി കഥകൾ മാത്രമേ കേൾക്കാൻ സാധിച്ചുള്ളൂ. നീ നീയല്ലേ പറഞ്ഞത് എന്നെ ഒരു പ്ലെയർ ആക്കാൻ നീ എതിരായിരുന്നു. എങ്കിൽ എന്താണ് ഒരു പ്ലെയർ?
നീ എന്തുമായിരുന്നു എന്നെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്ന കാര്യം? പെട്ടെന്ന് അവനൊരു കാര്യം മനസ്സിലാകുവാൻ അവൻ പറയുന്നുണ്ട്, ഷാഡോ മൊണാർച്ച് താങ്കൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ കാണിച്ചത്? അതുപോലെ ബാക്കിയുള്ള മൊണാർച്ച് താങ്കൾ ഇങ്ങനെ ചെയ്യുന്നത് വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ദേഷ്യം വന്നിട്ട് കിടന്ന കാറുവാണ്. എന്നാൽ ജിൻവു പെട്ടെന്ന് പുള്ളിക്കാരനെ കുറെ നേരം ഡാഗർ അവിടേക്ക് കൊണ്ടുവന്നിട്ട് അവനോട് പറയുന്നുണ്ട്, നീ മിണ്ടാതെ എൻ്റെ ആൻസർ മാത്രം പറഞ്ഞാൽ മതി. സോ നീ കുറെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടൊരുത്തരാണല്ലേ, എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നീ എന്തിനാണ് അവൻ ചൂസ് ചെയ്തതെന്ന്. എന്നാൽ പെട്ടെന്ന് ഇത്ര നേരം അനങ്ങാതിരുന്ന ആ സ്റ്റാച്യൂസ് ഒക്കെ വീണ്ടും അനങ്ങാൻ തുടങ്ങും. അവർ വീണ്ടും എഴുന്നേറ്റ് ജിനുവിൻ്റെ അടുത്തേക്ക് വരാൻ തോന്നും. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നീ ഇപ്പോൾ എന്നെ കൊന്നു കഴിഞ്ഞാൽ എൻ്റെ പപ്പറ്റ്സിനെ തോൽപ്പിക്കാൻ മറ്റാരും തന്നെ കാണത്തില്ല. സോ ഇനി നിനക്ക് എന്നെ കൊല്ലാൻ സാധിക്കുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള സ്റ്റാച്യൂസിനെ നിന്നെ ഞാൻ ഒരുമിച്ച് കൊല്ലാം. നീ എന്താ ഒരു കാര്യം മറന്നുപോയാ? ഞാനാണ് ആർക്കിടെക്റ്റ്, നിനക്കത് ഓർമ്മയില്ലേ? നീ എന്നെ കൊന്നു കഴിഞ്ഞാൽ എന്താടാ, ഞാൻ വീണ്ടും ഒരു റാങ്ക് 100 ആയിട്ട് മാറുമോ? നിനക്കാണ് ഓർമ്മയില്ലാത്തത്. നിനക്കറിഞ്ഞൂടെ, ഒരു ക്രിയേറ്റർ മരിച്ചു പോയാലും ആ സിസ്റ്റം എന്നും അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനത് മാനുവലി കൺട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ മാനുവലി അത് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും പുള്ളിക്കാരന് ആ ഒരു സംഭവം ആക്സസ് കിട്ടുന്നില്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് സിസ്റ്റം എൻ്റെ ആക്സസ് ഡിനൈൻ ചെയ്യുന്നത്? നിനക്കറിഞ്ഞൂടെ, ഞാനൊരിക്കൽ എന്നോട് തന്നെ പറഞ്ഞിരുന്നു, ഉറപ്പായിട്ടും ഈ സിസ്റ്റത്തിനെ ഞാൻ തന്നെ പൂർണ്ണമായിട്ടും വിഴുങ്ങും. എന്നാൽ എൻ്റെ ഭാഗ്യം കൊണ്ട് നിന്റെ സിസ്റ്റത്തിൽ മുഴുവൻ ഫ്ലോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ജിൻവു പുള്ളിക്കാരൻ്റെ ഡാഗർ യൂസ് ചെയ്ത് അവനെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കളയും. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാനൊരു പ്രഡിക്ഷൻ പറയാം, അല്ല ഒരു പ്രൊഫസി പറയാം. ആകാശങ്ങൾ താങ്ങി നിൽക്കുന്ന ആ തൂണുകൾ ഇറക്റ്റ് ചെയ്യപ്പെടുമ്പോൾ നിനക്കൊരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു മരണം നിന്നെ തേടി വരും. അപ്പം ജിൻവു പറയുന്നുണ്ട്, അതിനായിട്ട് ഞാനിവിടെ കാത്തിരിപ്പുണ്ട്. പിന്നെ ആ ബ്ലൂ ഗേറ്റാണ് കാണിക്കുന്നത്. എല്ലാ ഹണ്ടേഴ്സും അവരെ കാത്തിരിക്കുകയാണ്. കാര്യം നന്നായിട്ട് ലോങ് ആയി. ഒരു സി റാങ്ക് ഗേറ്റ് ആണെങ്കിൽ കൂടി 1 മണിക്കൂർ കൂടുതൽ ഈ എസ് റാങ്ക് ഹണ്ടേഴ്സ് തന്നെ അവിടേക്ക് കയറിയിട്ട് അങ്ങനെ അവരെല്ലാവരും കൂടെ പെട്ടെന്ന് പുറത്തേക്ക് വരുവാണ്. അവർക്ക് എല്ലാവർക്കും നല്ല ഡാമേജ് ഉണ്ടായിരുന്നു. കണ്ടിരുന്ന എല്ലാവരും പേടിച്ചു പോയി. കാര്യം ഒരു സി റാങ്ക് ഗേറ്റിൻ്റെ അകത്ത് കയറിയിട്ട് എന്തിന് ഹണ്ടേഴ്സിന്റെ ഒരു എലൈറ്റ് മെമ്പേഴ്സ് വരെയാണ് അകത്തേക്ക് കയറിയത്. അവർക്ക് തന്നെ ഈ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. പെട്ടെന്ന് നമ്മുടെ വു അവിടെ ഉണ്ടായിരുന്ന ഒരു ഹണ്ടറിനടുക്കെ പറയുന്നുണ്ട്, നിങ്ങൾ കറേജ് ഗ്രിഡിലെ ആൾക്കാരല്ലേ, താങ്കൾക്ക് ഞങ്ങൾ കാഷ്വാലിറ്റീസിനെ ഒന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കാൻ പറ്റുമോ? എന്ത് കാഷ്വാലിറ്റീസ് ഉണ്ടോ? അതെ, റിയൽ ആയിട്ടുള്ള ആർക്കിടെക്ചർ എവിടെയെങ്കിലും ഉണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കുറച്ചധികം ഉത്തരങ്ങൾ എനിക്ക് കിട്ടി, പക്ഷേ അതിൽ കൂടുതൽ ചോദ്യങ്ങൾ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. എനിക്ക് ഉറപ്പായിരുന്നു അവൻ എന്തായാലും മുഴുവൻ കാര്യങ്ങൾ എന്നോട് പറയത്തില്ലെന്ന്. മിസ്റ്റർ ഹങ്, ഓൾമോസ്റ്റ് 20 ഹൈ റാങ്കിങ് ഹണ്ടേഴ്സാണ് ഇന്നിവിടെ മരിച്ചത്. താങ്കൾ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഡേഞ്ചർ ഒറ്റയ്ക്ക് ക്ലിയർ ചെയ്യാൻ ആലോചിച്ചത്? ഞാൻ ഒരിക്കലും ആലോചിച്ചില്ല ഇവരെല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുമെന്ന്. ഞാൻ ആകെപ്പാട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ മാത്രമേ കറേജ് ഗിൽഡിനോട് പറഞ്ഞുള്ളൂ. ഈ കിടക്കുന്ന ഹണ്ടേഴ്സൊക്കെ മരിക്കാൻ കാരണം ഞാനാണ്. ഞാനിന്നിവിടെ സർവൈവ് ചെയ്യാൻ കാരണം ഹണ്ടേഴ്സ് ഗിൽഡും സർവൈലൻസ് ടീമുമാണ്. എന്തായാലും അവർക്ക് എൻ്റെ നന്ദി. താങ്കൾ വിഷമിക്കേണ്ട, ഒരു എസ് റാങ്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സർവൈലൻസ് ടീം എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളോട് പറഞ്ഞിരിക്കും. ഈ ഒരു ചോയ്സ് അതെൻ്റെ ആയിരുന്നു. ഞാനാണ് ഇവരെല്ലാവരും വിളിച്ചിട്ട് വന്നത്. പക്ഷേ ഇത്രയധികം ട്രാജിക് ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത് അതൊരു ഡബിൾ ഡഞ്ചൻ ആണെന്ന്? സത്യം പറഞ്ഞാൽ ആ ഒരു ഡഞ്ചൻ എന്നെ അവിടേക്ക് വിളിക്കുമായിരുന്നു. പെട്ടെന്ന് നമ്മുടെ ചാ ഹേഹിൻ അവിടേക്ക് വന്നിട്ട് നമ്മുടെ സംഗ് ജീവനോട് ചോദിക്കുന്നുണ്ട്, മിസ്സസ് സംഗ് താങ്കൾ ഓക്കെ അല്ലേ? അതെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്ക് കുറച്ച് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജിരു നേരെ താഴത്തേക്ക് വീഴുകയാണ്. പുള്ളിക്കാരനെ ബോധം പോയിട്ടുകൊണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജപ്പാനാണ്. അവിടെ നമ്മുടെ യൂറി ഓർലഫ് നിപ്പോണ്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, 200 ടൺ ആണ് മാന ക്രിസ്റ്റൽസ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും ഇത് ധാരാളമാണ്. എനിക്ക് എന്തായാലും ഈ ഒരു ഗേറ്റ് ഉറപ്പായിട്ടും പിടിച്ചു നിർത്താൻ സാധിക്കും. ഒരു ബാരിയർ മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ ഈ മാന ക്രിസ്റ്റൽസ് തന്നെ നോക്കിയുള്ളൂ. എന്തായാലും എന്തൊരു സ്ട്രേഞ്ച് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സാർ എന്ത് പറ്റി? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ബാരിയറിനല്ല, പക്ഷേ എനിക്ക് എന്തോ ഒരു പ്രസൻസ് എൻ്റെ അടുത്ത് തന്നെ ഉള്ള പോലെ തോന്നുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ തിരിഞ്ഞെന്ന് പറയുന്നുണ്ട്, ആരാണ് നീ? എൻ്റെ മുമ്പിലേക്ക് വാ. പക്ഷേ ആരും തന്നെ വരുന്നില്ല. അപ്പം തന്നെ സൈഡിലുണ്ടെന്ന് ആ ഒരു ഹണ്ടർ ചോദിക്കുന്നുണ്ട്, അല്ല താങ്കളുടെ ഫ്രണ്ടിൽ, അല്ല ഇത്രയും വലിയൊരു ഡഞ്ചൻ്റെ ഫ്രണ്ടിൽ അവിടേക്ക് വരാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? അതുകൊള്ളാം, അതിന് നമ്മുടെ അടുത്തുള്ളത് ഒരു മനുഷ്യനാണ്. ഞാൻ നിന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞോ? എന്ത്? ഇതേ സമയത്ത് യൂറി ഓർലഫിൻ്റെ പുറകിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ചെറിയൊരു ഫിഗറാണ്. അവൻ പറയുന്നുണ്ട്, ഇവൻ്റെ സെൻസസ് എന്തായാലും ഷാർപ്പായിട്ടുണ്ട്, പക്ഷേ ഈ പവേഴ്സ് മാത്രം പോരാ. ഈ പറയുന്നത് മറ്റാരുമില്ല, നമ്മുടെ ജിനുവിൻ്റെ ഫാദറായിരുന്നു. അവൻ പറയുന്നുണ്ട്, ഇവന്മാർ എന്തൊക്കെ ചെയ്താലും അതിപ്പോൾ തുടങ്ങാൻ പോകുവാണ്. അതുപോലെ എല്ലാം പ്ലാൻ അക്കോർഡിംഗ് ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. ട്രാജഡി തൊട്ട് ഫ്രണ്ടിൽ തന്നെയുണ്ട്. അല്ല, ഈ മോഡേൺ ഫയർ ആംസ് കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഇവർക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം. യൂറി ഓർലഫിൻ്റെ സ്ട്രാറ്റജി ഫെയിലായി കഴിഞ്ഞാൽ ഫ്രണ്ട് നിരയിൽ ആരെങ്കിലും എന്തെങ്കിലും വേണ്ടേ? സോ നീ പറയുന്നത് ഇവരെല്ലാം ഹ്യൂമൻ ഷീൽഡാണെന്നാണോ? പറഞ്ഞു വന്നാൽ അങ്ങനെ തന്നെ പറയേണ്ടതായിട്ടിരിക്കുന്നു. ഇത്തരം മാനസ്റ്റോൺസ് എന്തായാലും ധാരാളമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗേറ്റ് എനിക്ക് ഒറ്റയ്ക്ക് പിടിച്ച് നിർത്താവുന്നേ ഉള്ളൂ. എന്നിട്ട് പുള്ളിക്കാരൻ തന്നെ കള്ളെടുത്ത് കുടിക്കാൻ പോകുന്ന നേരത്ത് ആ ഒരു ഹണ്ടർ പറയുന്നുണ്ട്, സാർ ആൽക്കഹോൾ എന്തായാലും ഇവിടെ പാടില്ല, നീ പേടിക്കണ്ട, ഞാൻ ഈ സിറ്റുവേഷൻ ഒന്ന് കാമാക്കാൻ വേണ്ടി കുടിക്കുന്നതാണ്. അല്ല, പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര എക്സ്ട്രാ ഹണ്ടേഴ്സ് ഉണ്ട്? സാർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10-15 പേര് മാത്രമേ ഉള്ളൂ. കുറച്ചുള്ളല്ലേ, എന്തായാലും അത് കുഴപ്പമൊന്നുമില്ല. അമേരിക്കയിൽ നിന്ന് ആരും വന്നൊന്നുമില്ലേ? അവിടെ ഒരു എക്സ്ട്രാ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, അതുകൊണ്ട് അവരും കുറച്ചധികം ബിസിയാണ്. പെട്ടെന്ന് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു ഹണ്ടർ കിടന്ന് കാറുന്നുണ്ട്,
പോകുന്നുണ്ട്. സാർ ഗേറ്റ് ഓപ്പൺ ആയി. അങ്ങനെ ആ ഒരു ഗേറ്റ് അല്ല, അവന്റെ ബാരിയർ തന്നെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട്. ഇതേ സമയം നമ്മുടെ ജിനുവും കണ്ണ് തുറന്നിട്ടുണ്ട്. പുള്ളിക്കാരുടെ തല കൈ വെച്ച് ഇങ്ങനെ വേദന എടുത്തിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കുകയാണ്. പുള്ളിക്കാരൻ ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം മനസ്സിലായി. പെട്ടെന്ന് തന്നെ അവിടേക്ക് ജിൻ ഹോയും വരുന്നുണ്ട്. സാർ ഇത് വല്ലാണ്ട് കഷ്ടമാണ് കേട്ടോ, താങ്കൾ എന്നെ എന്തിനാണ് ഇങ്ങനെ പേടിപ്പിക്കുന്നത്? ഓൾമോസ്റ്റ് 3 ദിവസമായി താങ്കൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ പോയിട്ട്. ഞാൻ ഓർത്തത് താങ്കൾ മരിച്ചു പോയെന്നാണ്. എന്ത് 3 ദിവസമോ? കുറെ നാളായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വലിയ ബ്രേക്ക് എടുക്കുന്നത്. പക്ഷേ എന്ത് പറഞ്ഞാലും എനിക്ക് ആ യുദ്ധങ്ങൾ മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ. എന്തായാലും അതെന്നെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അയ്യോ, അപ്പോഴാണ് പുള്ളിക്കാരൻ ഒരു കാര്യം ആലോചിക്കുന്നത്. 3 ദിവസമായെങ്കിൽ അതിനർത്ഥം ജിൻഹോ ഒരു അപ്ഡേറ്റോ എന്തിനെ പറ്റി? ജപ്പാനിലുള്ള എസ് റാങ്ക് ഗേറ്റിനെ പറ്റി. സാർ അതിനെപ്പറ്റി പറയാനാണെങ്കിൽ പിന്നെ കാണിക്കുന്നത് ആ ഒരു എസ് റാങ്ക് ഗേറ്റ് ആണ്. അവിടെ ഒരു വലിയൊരു കാല് വന്ന് വീഴുന്നുണ്ട്. അതൊരു ജയന്റ് ആയിരുന്നു. ചുരുക്കം പറഞ്ഞാൽ അതൊരു നോർമൽ ജയന്റ് അല്ല. എ റാങ്ക് ഗേറ്റിലെ ബോസ് ലെവലായിട്ടുള്ള ആ ഒരു ജയൻസ് ആണ് അവിടേക്ക് വന്നിട്ടുള്ളത്. അത് 1, 2 അല്ല 3, 4 പേര് വന്നിട്ടുണ്ട്. എന്നാൽ യൂറി ഓർലോ ഫുള്ളി കോൺഫിഡന്റ് ആണ്. പുള്ളിക്കാരൻ പറയുന്നു ഇത് ഇത്രയേ ഉള്ളൂ. എന്നിട്ട് പുള്ളിക്കാരൻ തന്നെ ബാരിയർ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ അവിടെ ഒരു ഹ്യൂജ് ആയ ബാരിയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ജയന്റ് അത് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് കഷ്ടപ്പെട്ടാണെങ്കിലും ആ യൂറി ഓർലോ പിടിച്ച് നിർത്തുന്നുമുണ്ട്. നോർമലി നീയൊക്കെ ഒരു ഗേറ്റിന്റെ അകത്തല്ലേ കാണുന്നത്, ഇങ്ങനെ റെയ്ഡ് ചെയ്യാൻ വേണ്ടി നീയൊക്കെ പുറത്തേക്ക് വരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിനക്കൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാൻ നടത്താണ്. പെട്ടെന്ന് ഒരു ഹ്യൂജ് ആയുള്ള കൈ ആ ഒരു ജൈനിന്റെ തലയിലേക്ക് വന്ന് അവനെ അടിച്ച് ദൂരത്തേക്ക് എറിയുന്നത്. യൂറി ഓർലോ സത്യം പറഞ്ഞാൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. എന്നിട്ട് ഒരു ജൈന്റിനെ കാണിക്കുന്നുണ്ട്. അതായത് നേരത്തെ വന്ന ജയന്റിനെ അപേക്ഷിച്ച് നോക്കാറുണ്ട് ഇത് ഒരു വലിയൊരു ജയന്റ് ആണ്. അടുത്ത സെക്കൻഡിൽ തന്നെ ആ ഒരു ജയന്റ് പുള്ളിക്കാരൻ്റെ സോൾ എടുത്ത് ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഫ്ലാറ്റും ബിൽഡിങ്സും എല്ലാം രണ്ടായിട്ടും മുറിഞ്ഞു പോകും. ഈ ഒരു സമയത്ത് ഈ ഒരു ജയന്റിന്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന താഴത്തെ ഈ ഒരു ചെറിയൊരു ഫിഗർ ഉണ്ടോ, അതാണ് ആദ്യം വന്ന എ റാങ്ക് ജയന്റ്. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഹ്യൂജ് ആയുള്ള ജയന്റ് അവിടേക്ക് വന്നുകൊണ്ടാണ് ചാപ്റ്റർ 131 ഇവിടെ അവസാനിക്കുന്നത്.